തൃശൂർ ആതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ് കാട്ടാനെ കണ്ടെത്താനുള്ള പരിശോധന തുടരുന്നു. 50 അംഗ ദൗത്യസംഘം 3ആയി തിരിഞ്ഞാണ് നിലവിൽ പരിശോധന നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശരത്ത് ചേരുന്നുണ്ട്. ശരത്, മസ്തകത്തിൽ മുറിവേറ്റ് കാട്ടാനെ കണ്ടെത്താനുള്ള ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ ആനയുടെ സാന്നിധ്യം ഉണ്ടെന്ന് സംശയിച്ചിരുന്നിടത്ത് ആനയെ കണ്ടെത്താനായില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് നിലവിലെ സ്ഥിതികൾ? ശ്രീനിധി, ആനയെ കണ്ടെത്തി മയക്കുവെടി വെക്കാനുള്ള ദൗത്യം 2ാം ദിവസത്തെ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 6:30 തുടങ്ങിയിട്ടുള്ള ദൗത്യമാണ് വൈകിട്ട് 4:30 അവസാനിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള 50 അംഗ സംഘം വിവിധ 6 ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നത്. ഇന്നലെ പകല് ആനയെ കണ്ടെത്തുകയും ആനയെ പുഴയോരത്ത് മാറ്റാൻ വേണ്ടി പടക്കം പൊട്ടിച്ചതോടെ ഉൾക്കാട്ടിലേക്ക് ഓടിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആനയെ കണ്ടെത്തി മയക്കുവെടി വെച്ച് ചികിത്സ, മസ്തകത്തിലെ മുറിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് രീതിയിലുള്ള ചികിത്സ നൽകണം എന്ന കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് മയക്കുവെടി വെക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. എന്നാൽ പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടോടെ ആന ഉൾക്കാട്ടിലേക്ക് പോവുകയും വനം വകുപ്പിന്റെ പരിധിയിൽ നിന്ന്, വനം വകുപ്പിന്റെ നിരീക്ഷണ വലയം ഭേദിച്ചുകൊണ്ട് ആന മുന്നോട്ട് പോവുകയുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ വൈകിട്ട് തന്നെ ഇത്തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പരിശോധനകൾ നടത്തിയിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രി പ്രത്യേക സംഘം അവിടെ പരിശോധന നടത്തിയിരുന്നു ഫീൽഡിനകത്ത്. എന്നാൽ അതിൽ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ദൗത്യ സംഘം വിപുലപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ 20 അംഗ ദൗത്യ സംഘമായിരുന്നെങ്കിൽ ദൗത്യ സംഘത്തിന്റെ എണ്ണം 20-ൽ നിന്ന് 50 ആക്കി വികസിപ്പിക്കുകയും അത് 6 ടീമുകളായി തിരിഞ്ഞുകൊണ്ട് വിവിധ മേഖലകളിൽ പരിശോധന നടത്തുകയും ചെയ്തു. മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾക്ക് ശേഷവും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിനകത്ത് കാലടി പ്ലാന്റേഷനിൽ നിന്ന് 3 കിലോമീറ്ററും ഉൾക്കാട്ടിൽ ആനയുടെ സാന്നിധ്യം ഉണ്ട് എന്നൊരു വിവരമാണ് രാവിലെ ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തുകയും വിവിധ ടീമുകളായി തിരിഞ്ഞുകൊണ്ട് പരിശോധന നടത്തുകയും ചെയ്തു. എന്നാൽ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനെ തുടർന്ന് വിവിധ മേഖലകളിൽ, ഈ കാടിന്റെ വിവിധ മേഖലകളിലേക്ക് ഈ ടീമുകൾ മാറുകയും പല രീതിയിൽ പരിശോധന നടത്തുകയും ചെയ്തെങ്കിലും കണ്ടില്ല. ദൗത്യ സംഘത്തിന്റെ 2ാം ദിവസത്തെ ദൗത്യം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായിക്കൊണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും 2ാം ദിവസം നടത്തിയിരുന്നു. അതിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മറ്റു കൊമ്പന്മാരെയും മറ്റു മൃഗങ്ങളെയും കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും മസ്തകത്തിൽ മുറിവുള്ള ആനയെ മാത്രം കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് വനം വകുപ്പ് അധികൃതർ നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വൈകിട്ട് 4:30 2ാം ദിവസത്തെ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച, അതായത് നാളെ ദൗത്യം തുടരുമെന്ന് തന്നെയാണ് വനം വകുപ്പ് അധികൃതർ നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ശ്രീനിധി. ശരി, തൃശൂർ ആതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ് കാട്ടാനെ കണ്ടെത്താനുള്ള പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 50 അംഗ ദൗത്യസംഘം 3ആയി തിരഞ്ഞാണ് നിലവിൽ പരിശോധന തുടരുന്നത്. ശരത്ത് ഓങ്ങല്ലൂരാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.